ആരാധ്യനായ അധ്യക്ഷൻ, ഈ കോളേജിൻ്റെ മാനേജർ വെരി റവറൻഡ് ഡോക്ടർ തോമസ് മെനാച്ചേരി അച്ഛൻ, അഭിവന്ദ്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു, പ്രിയപ്പെട്ട മിസ് നിഷ കെ തോമസ്, ദേവമാതാ കോളേജിലെ ഊർജ്ജസ്വലരും കർമ്മധീരരുമായ വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, കുറവിലങ്ങാടും പരിസര പ്രദേശങ്ങളിലും വിജ്ഞാനത്തിൻ്റെ യശോധാവള്യവും പ്രഭാപൂരവും വാരി വിതറി ഒരു ശുക്രനക്ഷത്രമെന്ന പോലെ പരിലസിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. എൻ്റെ മുന്നിലെ സദസ്സിലെ ഭൂരിഭാഗം വ്യക്തികളും സ്ത്രീകളും പെൺകുട്ടികളുമാണെന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ അഭിമാന വിജൃംഭിതനാക്കുന്നു. സ്ത്രീ അബലയോ ചപലയോ അല്ലെന്നും അവൾ അവനിക്കണയാത്ത മണിവിളക്കും അഴിയാത്ത കുങ്കുമപ്പൊട്ടും അണിവാടാ മലർമാലയുമാണെന്ന് അവൾ സ്വന്തം പ്രവൃത്തി പഥത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പ്രശസ്തമായ ഒരു വചനം കടമെടുത്താൽ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് മെൻ ലീഡ് ആൻഡ് വിമൻ ഫോളോ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് മെൻ ലീഡ് ആൻഡ് വിമൻ ഫോളോ. ബട്ട് ഐ എം അഫ്രൈഡ് ദാറ്റ് ദിസ് ഈസ് എ നോഷൻ ദാറ്റ് മെൻ ഫൂളിഷ്ലി ചെറിഷ് ആൻഡ് വിമൻ ക്ലവർലി കണൈവറ്റ്. എന്താണ് വിദ്യാഭ്യാസം എന്ന വാക്കുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്? വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ട് കരുതേണമോ. അതിനൊരു കാരണം കൂടെ ഉണ്ട്. വിദ്യ വിട്ട് നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ. ജീവിതമാകുന്ന യുദ്ധത്തിൽ, ജീവിതായോധനത്തിൽ വിജയിക്കുവാൻ, വിജയവൈജയന്തി പാറിപ്പറപ്പിക്കുവാൻ ഒരുവനെ സർവാത്മന സുസജ്ജനാക്കുന്ന സുമധുര മന്ത്രമാണ്, മാസ്മര ശക്തിയാണ് വിദ്യാഭ്യാസം. അത് കേവലം അക്ഷരാഭ്യാസമോ അക്ഷരജ്ഞാനമോ അക്കങ്ങളുടെ മായാലോകമോ അല്ല. പക്ഷേ കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. ഒരു സംസ്കൃത ശ്ലോകം കടമെടുത്താൽ, നൈനം ഛിന്നന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ഛേദം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. അതൊന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ, അഗ്നി നീറ്റാത്തതായി, കാറ്റനക്കാത്തതായി, അത്യുഗ്ര ശസ്ത്രവും ലേശമേൽക്കാത്തതായി നിത്യരക്ഷായുധമൊന്നു നൽകിയില്ലയോ സത്യസാക്ഷാത്കാരം അസ്മദ് ഗുരുത്തമൻ. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാസ്മരികതയാണ് വിദ്യാഭ്യാസം. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാസ്മരികതയാണ് വിദ്യാഭ്യാസം. അവനിൽ ചെളി പുരണ്ട് കിടക്കുന്ന മാനുഷിക മൂല്യങ്ങളെ തേച്ചു മിനുക്കി അവനെ കാന്തിയും മൂല്യവും വാച്ചിടുന്ന വജ്രമാക്കി, വൈഡൂര്യമാക്കി, പവിഴമാക്കി തീർക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായൊരു സമൂഹത്തെ വാർത്തെടുക്കുക. ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖമുദ്ര അതാണെന്ന് അത്തരത്തിലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ നിസ്സംശയം പറയുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മുൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളൂ മൂർഖമാം നിയമത്തിൻ നാരായ മുനകളിൽ. മുൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളൂ മൂർഖമാം നിയമത്തിൻ നാരായ മുനകളിൽ. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലം 2000ഓളം ആണ്ടുകൾക്കപ്പുറത്ത് ഉണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും. ഏകമുഖമാം കുരിശിനെ മുത്തുവൻ ആരാലിറങ്ങി വരും ചില മാലാഖമാരായി വരാം. കണ്ട വെൺമുകിൽ തുണ്ടുകൾ പാപം ഹരിച്ച് പാരിന് വിണ്ണേറുവൻ പാത കാണിക്കും കുരിശേ ജയിക്കുക എന്ന മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികൾ
ഞാൻ ഈ അവസരത്തിലൊന്ന് ഓർത്തു പോകുകയാണ്. ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന് ആ ദിശാബോധം നൽകുന്ന രാസത്വരകമാണ്, മൃതസഞ്ജീവനി മന്ത്രമാണ് ഈശ്വരഭക്തി. ഈശ്വരനൊരു യാഥാർത്ഥ്യമോ അതോ കേവലം ഒരു വിശ്വാസമോ, ഒരു തഥ്യയോ അതോ തഥ്യയായി തോന്നുന്ന മിഥ്യയോ എന്ന് പോലും സംശയിക്കുന്ന, സന്ദേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ശാസ്ത്രത്തിൻ്റെ അഭൗമമായ വളർച്ചയും ഭൗതികവാദത്തിൻ്റെ അനിതര സാധാരണമായ വികസനവും ആ സംശയത്തെ കൂടുതൽ ബലവത്താക്കിയിരിക്കുന്നു. എന്നാൽ അങ്ങനെ സംശയിക്കുന്നവരോട്, സന്ദേഹിക്കുന്നവരോട് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥയിലൂടെ മറുപടി നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. അന്ന് നരേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊച്ചു സ്വാമിജി തൻ്റെ ഗുരുഭൂതനായ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ദിവസം ചോദിക്കുകയുണ്ടായി, താങ്കൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഗോഡ്? അദ്ദേഹത്തിൻ്റെ മറുപടി എന്തെന്നല്ലേ? യെസ്, I have seen God. I have seen him as I see you before me. ഈശ്വരൻ സത്യമാണ്, സ്നേഹമാണ്, നീതിയാണ്, ന്യായമാണ്, ധർമ്മമാണ്. God is a circle whose center is everywhere and whose circumference is nowhere. ജഗദധീശ രാത്രിയും ശശാങ്ക താരകങ്ങളും പകലും അർക്കബിംബവും നിറഞ്ഞ മേഘജാലവും, ശരിയല്ലേ? മൃഗകദംബ പക്ഷിപുഷ്പ വൃക്ഷശലഭ വൃന്ദവും. അതിനൊരു കാരണം കൂടുണ്ട്. ഗഗനമെന്തൊരത്ഭുതം, ആകാശമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, സകല ലോകജാല ജീവൻ എന്നതെന്തൊരത്ഭുതം. ഇത് മനസ്സിലാക്കുന്ന, ആത്മീയതയിൽ അധിഷ്ഠിതമായ, ആത്മീയതയും ഭൗതികതയും കൈകോർത്ത് പിടിച്ച് ആനന്ദ നടനം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ദേവമാതാ കോളേജിൻ്റെ മുഖമുദ്ര എന്ന മഹത്തായി ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിസ്സംശയം പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. ഞാൻ അറിഞ്ഞീല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി, ഞാൻ അറിഞ്ഞീല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി, നിഭൃതം നീയത് കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി. ശാസ്ത്രം എത്ര വളർച്ച പ്രാപിച്ചാലും ഒരു നഗ്ന സത്യത്തിന് നേരെ മുഖം തിരിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. He paints the wayside flower. He paints the wayside flower. He lights the evening star. ചന്തമേറിന പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മികൾ മിട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. രാവിപ്പോൾ ക്ഷണം അങ്ങൊടുങ്ങും, ഉഷസ്സെങ്ങും പ്രകാശിക്കുമേ, ദേവൻ സൂര്യൻ ഉദിക്കും, ഈ കമലവും താനേ വിടർന്നിടുമേ എന്ന് ചിന്തിക്കുന്ന താമരമുട്ടിനകത്ത് അകപ്പെട്ടു പോയൊരളിയുടെ വണ്ടിൻ്റെ മാനസികാവസ്ഥയിലാണ് നാം പലപ്പോഴും. പക്ഷെ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രണ പത്മിനിയും. ആന വന്ന് ആ താമരച്ചെടി വേരോടെ പിഴുതെടുത്തു. അതാണ് ദൈവം മറച്ചൊന്ന് കരുതിയിടുകിൽ അരക്ഷണത്തിൽ ദേവൻ വെറും പുഴു. മഹാബ്ധി മരുപ്രദേശം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ഇത് മൂന്നുമില്ലാത്തൊരു ദുരവസ്ഥയിലൂടെ നമ്മുടെ യുവതലമുറ പലപ്പോഴും കടന്നു പോകുന്നു. ഇന്ന് വെഞ്ഞാറമ്മൂടുണ്ടായ ദുഃഖകരമായ സംഭവം പോലെ പല സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നു. മതിയൻ ആശേ നിന്നെ കൂടിയും വിഴുങ്ങുവാൻ ചതിയനൊരാളുണ്ട്, കാലമാം കാളസർപ്പം എന്ന അവസ്ഥ. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്ന് പോലും അറിയാതെ മനുഷ്യർ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരങ്ങൾ പോലും, മുഹൂർത്തങ്ങൾ പോലും നമുക്ക് അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അത്തരത്തിൽ അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ആ മുഹൂർത്തങ്ങൾക്ക് പൂർണ്ണ വിരാമമിട്ടുകൊണ്ട് മനുഷ്യനിലേക്ക് മനുഷ്യത്വം ആവാഹിപ്പിക്കുക. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ഇന്നിവിടെ മനോഹരമായൊരു കലാവിരുന്ന് രാവിലെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കലയ്ക്ക് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. കലയ്ക്ക് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. മനുഷ്യൻ്റെ അന്തരംഗാന്തരത്തിലെ സ്നിഗ്ധ ചിന്തകളെ തട്ടി ഉണർത്തുന്ന കല, അവയെ പാലൂട്ടി വളർത്തി പരിപാലിപ്പിച്ച് പരിപോഷിപ്പിച്ച് പരിശുദ്ധീകരിക്കുന്നു. വീണ, വേണു, മൃദംഗ, ശംഖ, പടഹങ്ങൾ മന്ത്രസാന്ദ്രം ഉതിർക്കുമ്പോൾ, ചെണ്ടയും പഞ്ചവാദ്യവും നാദബ്രഹ്മം ചമയ്ക്കുമ്പോൾ അനുവാചകനൊരു മായാപ്രപഞ്ചത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. അതുതന്നെയാണ് ഒരു തരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും. പാഠപുസ്തകങ്ങൾ ചർവണം ചെയ്യുന്ന പ്രക്രിയ അല്ല വിദ്യാഭ്യാസം. പിന്നെ എന്താണ് വിദ്യാഭ്യാസം? മമ്പഴം പെറുക്കുവൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപറും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവി പറഞ്ഞൊരു സത്യമുണ്ട്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അങ്ങനെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. അഭ്യസ്തവിദ്യനായ ഒരു വ്യക്തിയുടെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും, എമ്പതിയാണ് അവൻ്റെ മുഖമുദ്ര. വാലും കൊമ്പുമെഴാതുള്ള മഹിഷത്തിൽ നിന്ന് അഭ്യസ്തവിദ്യനായ ഒരു വ്യക്തിയെ വേർതിരിച്ച് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എമ്പതി. എന്താണ് കുഞ്ഞുങ്ങളെ എമ്പതി? To put yourself in another person's shoes. അന്യൻ്റെ വീക്ഷണകോണത്തിലൂടെ സ്വന്തം ജീവിതം കാണാനുള്ള കഴിവാണ് എമ്പതി. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ, എണ്ണീട് കർക്കിൽ ഇതുതാൻ ഗതി സത്യമെന്ത് കണ്ണീരിനാൽ അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന വീണപൂവിലെ വരികൾ കേൾക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ഇറ്റ് വീഴണം. അതാണ് എമ്പതി. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും ഹന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും ഹന്ത കൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തൻ എന്ന് കേൾക്കുമ്പോൾ ആ മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ അവന് സാധിക്കണം. അതാണ് എമ്പതി. മതിതീഷ്ണ ശരങ്ങളെ ശ്രമം ക്ഷതമേലാ മരവിച്ചൊരന്മനം കുതികൊള്ളുക ലോകചക്രമേ നീ ഹതയാം സീതയെ ഇങ്ങ് തള്ളുക എന്ന് ചിന്താവിഷ്ടയായ സീത പറയുമ്പോൾ ആ സീതയുടെ വികാര വിചാരങ്ങളുടെ കാരണമെന്തെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവന് വേണം. അതാണ് എമ്പതി. അങ്ങനെ എമ്പതിയുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക, അതാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. മഹാനായ ശ്രീ ടി.എൻ. ശേഷൻ്റെ ജീവചരിത്രത്തിൽ നിന്നൊരു സംഭവം ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോകുകയാണ്. നിങ്ങൾക്കറിയാം, അഴിമതി വിരുദ്ധ പോരാട്ടത്തിലെ മാർഗദർശിയായ ശ്രീ ടി.എൻ. ശേഷൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ പൂർണ്ണമായും അഴിമതി മുക്തമാക്കുവാൻ വേണ്ടി സുധീരമായ നടപടികൾ കൈക്കൊണ്ട കർമ്മയോഗിയായിരുന്ന ത്യാഗിവര്യനായിരുന്ന ശ്രീ ടി.എൻ. ശേഷൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒരിക്കൽ തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ തമിഴ്നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരാഗ്രഹം, അങ്ങ് ദൂരെ മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന ഓലഞ്ഞാലി കുരുവികളുടെ കൂടുകളിലൊന്ന് സ്വന്തമാക്കണം. ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലെ ഷോക്കേസിൽ വെക്കാനാണ്. ശ്രീ ടി.എൻ. ശേഷന് മക്കളുണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ ഭാര്യയെ ജീവതുല്യം സ്നേഹിച്ചിരുന്നു. ഭാര്യയുടെ ആഗ്രഹം തിരസ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അദ്ദേഹം തൻ്റെ പോലീസുകാരോട് അഭ്യർത്ഥിച്ചു, ആ കുരുവിക്കൂടുകളിലൊന്ന് ദയവായി പറിച്ചു കൊണ്ടുവരൂ. പോലീസുകാർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് സാധിച്ചില്ല. കാരണം അവർക്ക് എത്താൻ കഴിയുന്നതിലും എത്രയോ മുകളിലായിരുന്നു ആ കിളിക്കൂടുകൾ. അപ്പോൾ അവരെ അതിലെ കൂടെ കടന്നുപോയ ഒരു നാടോടി ബാലൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. അവർ പറഞ്ഞു, കുഞ്ഞേ, കൂടൊന്നിന് 200 രൂപ വെച്ച് തരാം, ഒരു 3 കിളിക്കൂടുകൾ പറിച്ചു കൊണ്ടുവരൂ. ബാലൻ കുരുങ്ങിയില്ല. 200 രൂപ 500 രൂപയാക്കിയിട്ടും 500 രൂപ 1000 രൂപയാക്കി മാറ്റിയിട്ടും ബാലൻ വിസമ്മതിച്ചു. ഈ പ്രശ്നങ്ങൾ കേട്ട് ശ്രീ ടി.എൻ. ശേഷൻ തൻ്റെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി എന്താണ് പ്രശ്നമെന്ന് അന്വേഷിച്ചു. ശ്രീ ടി.എൻ. ശേഷൻ ആരെന്ന പാവപ്പെട്ട നാടോടി ബാലൻ അറിയില്ല. ആ ബാലൻ ശേഷനോട് പറഞ്ഞു, സാർ,
ആ കൂടുകളിൽ നിറയെ കിളിക്കുഞ്ഞുങ്ങളാണ്. ആ കൂടുകളിൽ നിറയെ കിളിക്കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ തനിച്ചാക്കിയിട്ട് അവർക്ക് വേണ്ടി ഇര തേടി അമ്മക്കിളി രാവിലെ പോയിരിക്കുകയാണ്. ആ അമ്മക്കിളി തിരിച്ചെത്തുമ്പോൾ തൻ്റെ മക്കളെ കണ്ടില്ലെങ്കിൽ ആ മാതൃഹൃദയം വെന്തുരുകും. അത് കാണാനുള്ള കരുത്തെനിക്കില്ല. അതുകൊണ്ട് കൂടൊന്നിന് 2000 രൂപയല്ല 5000 രൂപ തന്നാലും ഒരു കിളിക്കൂട് പോലും ഞാൻ നിങ്ങൾക്ക് പറിച്ചു തരില്ല. ആ നാടോടി ബാലൻ്റെ പിന്നിൽ ഗാണ്ഡീവം നഷ്ടപ്പെട്ട അർജുനനെ പോലെ ഗാണ്ഡീവം ശ്രംസതേ ഹസ്ത, നിർനിമേഷാക്ഷികളോടുകൂടി നമ്രശിരസ്കനായി അഞ്ജലീബദ്ധനായി താൻ ഒരു നിമിഷം നിന്നുപോയി എന്നാണ് ശ്രീ ടി എൻ ശേഷൻ തൻ്റെ ആത്മകഥയിൽ കുറിച്ചിട്ടിരിക്കുന്നത്. അതാണ് കുഞ്ഞുങ്ങളെ എമ്പതി. റാങ്കുകൾ വാരിക്കൂട്ടുന്നതോ മാർക്കുകൾ വാരിക്കൂട്ടുന്നതോ അല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. പുല്ലാണ് പുസ്തകജ്ഞാനമെന്നാണ് എടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. പുലരിതൻ പുല്ലാങ്കുഴൽ വിളി വന്ന് പുണരവേ, തോൽക്കുകലെന്ത് പരീക്ഷയിൽ തെല്ലുമേ തോൽക്കൊല ജീവിതാസ്വാദനത്തിങ്കൽ നാം, പുസ്തക കീടങ്ങളായിട്ടനാരതം മസ്തകം താഴ്ത്തി നാം മൗനം ഭജിക്കുകിൽ, സാരഗർഭങ്ങളാം ഓരോ നിമിഷവും കൂരിരുൾക്കുള്ളിൽ അലിഞ്ഞു പോം നിഷ്ഫലം. അതുകൊണ്ട് പുസ്തക കീടങ്ങളല്ല, ഉത്തമ പൗരന്മാരാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. അത്തരത്തിലുള്ള ഉത്തമ പൗരന്മാരായി മനസ്സുള്ള മനസ്സാക്ഷിയുള്ള നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല. വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്നാണ് ടാഗോർ പറഞ്ഞിരിക്കുന്നത്. എവിടെ നിർഭയമാകുന്നു മനസ്സ്, ആൻഡ് ഹെഡ് ഹെൽഡ് ഹൈ, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. എന്തുകൊണ്ട്? തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട്. കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണാ കുലുങ്ങിയില്ലി കരളിന്നും ആണ് ആൻഡ് ഹെഡ് ഹെൽഡ് ഹൈ, വേർ നോളജ് ഈസ് വിതൗട്ട് ബരിയേഴ്സ്, where words come out from the depth of truth, where words come out from the depth of truth. അതാണ് ഗാന്ധി അപ്പൂപ്പൻ. ആരിലും കനിവുള്ളവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ. അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദം, മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം, മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവസേവ, ഇതെല്ലാം പൊള്ളയാണെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഇതാണ് വേർ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്, ടു ദറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എവേക്ക്. ആ എവേക്കനിങ് ആണ്, ആ ഉയർത്തെണീപ്പാണ്, ആ ഉണർത്തു പാട്ടാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. ലോകത്തിലെ ഏറ്റവും മഹത്തായ ബൃഹത്തായ ജനാധിപത്യ രാജ്യമായ ഭാരതം, ആ നാടിൻ്റെ മക്കളാകാൻ, സന്തതികളാകാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. പൊരുതി നേടിയെടുത്തിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യത്തിന് കൂടി വഴിതെളിക്കേണ്ടിയിരിക്കുന്നു. ഉച്ചനീചത്വങ്ങൾ ഉച്ചാടനം ചെയ്യേണ്ടിയിരിക്കുന്നു. ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. മരിക്ക സാധാരണമോ വിശപ്പാൽ ദഹിക്കയോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ അടിമശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രമെന്ന് വള്ളത്തോള് മാപ്പിൽ കുറിച്ചിട്ട വരികൾക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ദ യൂത്ത് ഈസ് ദ ഗേ ആൻഡ് പ്ലസന്റ് സ്പ്രിംഗ് ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ യൂത്ത് ഈസ് ദ ഗേ ആൻഡ് പ്ലസന്റ് സ്പ്രിംഗ് ഓഫ് ലൈഫ്, വിത്ത് ജോയ് stirring in its dancing blood. The time when nature invites one with 1,000 songs to share her general feast. പക്ഷെ കഷ്ടകരമെന്ന് പറയട്ടെ, ആ കർമ്മശേഷി പലപ്പോഴും വഴിതെറ്റി ഒഴുകി നാടിനെ വിനാശത്തിലേക്കും ഭീകരവാദത്തിലേക്കും ലഹരിയിലേക്കും മറ്റും നയിക്കുന്ന കഷ്ടകരമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, അവരിൽ സുഷുപ്തമായ, അവരിൽ സുലീനമായ സർഗശക്തികളെ തട്ടി ഉണർത്തി അതിനെ ക്രിയാത്മകമായ, ഭാവനാപൂർണമായ, നീതിയുക്തമായ, യുക്തിസഹജമായ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിട്ട് അവരെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കി തീർക്കുക. യഥാർത്ഥത്തിൽ നിറവ് 2025 ആത്യന്തികമായ ലക്ഷ്യം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ
ഈ മഹത്തായ ചടങ്ങിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ അച്ഛനെയും പ്രിൻസിപ്പലിനെയും ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികളെയും അനുമോദിക്കുവാനും അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഏത് തരത്തിലുള്ളൊരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത്? ഒരു ടാലൻറ്റ് ഷോയിലൂടെ ഏത് തരത്തിലുള്ളൊരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ നാടിൻ്റെ ഭാവി ഭദ്രവും ഭാസുരവുമായി തീരുകയുള്ളൂ. സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ ആകത്തുകയായൊരു തലമുറ. തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്കു വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുപ്പുള്ളൊരു തലമുറ. സൂര്യനസ്തമിക്കാത്തൊരു സാമ്രാജ്യത്തെ മാറാല പോലെ വിറപ്പിച്ച് അവരെ രാജ്യരാമാനം കെട്ടുകെട്ടിച്ച ഇന്ത്യൻ വിദ്യാർത്ഥി വർഗത്തിൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള തലമുറ. അതേസമയം അച്ചടക്കത്തെ സംബന്ധിച്ചിടത്തോളം കാസാഭ്യംഗമരായിട്ടുള്ള തലമുറ, ലക്ഷ്യബോധമുള്ളൊരു തലമുറ. സെറ്റ് എ ഗോൾ, വർക്ക് ഹാർഡ്, ബിലീവ് ഇൻ ഗോഡ്, സക്സസ് വിൽ കം ടു യു എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. കടൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്തൊരു തലമുറ. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു ഖലം നവാമ്പുവാൽ, സമൃദ്ധിയാൽ സജ്ജനമൂറ്റമാർന്നിട, പരോപകാരിക്കിരുതാൻ സ്വഭാവമാം എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. ചുരുക്കത്തിൽ ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയും ഹിമവാൻ്റെ ഔന്നത്യവും ഗംഗയുടെ പരിശുദ്ധിയും സമഞ്ജസമായി സമോഹനമായി സമ്മേളിക്കുന്നൊരു തലമുറ. ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിങ്കൽ, അല്ലായികൽ അവിടത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് വള്ളത്തോള് കുറിച്ചിട്ട വരികളെ അന്വർത്ഥമാക്കുന്ന ഒരു തലമുറ. അത്തരത്തിലുള്ളൊരു തലമുറയുടെ പ്രതിനിധികളായി കുഞ്ഞുങ്ങൾ വളർന്നു വരുമെങ്കിൽ കേരളൂർവി, ഭാരതാംബ, ഈ ദേവമാതാ കോളേജ് എല്ലാവരും ഉളകിത ഗാത്രരായി തീരുമെന്നതിൽ സംശയലേശമില്ല. പി.കെ. ബാലകൃഷ്ണൻ തൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ഗ്രന്ഥത്തിൽ കുറിച്ചിട്ട വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. സഹസ്രയുഗങ്ങളായി തൻ്റെ വക്ഷസിൽ നിന്നും തൻ്റെ നെഞ്ചിൽ നിന്നും നിത്യേന സൂര്യബിംബത്തെ ആകാശത്തേക്ക് തൊടുത്തു വിടുകയും പ്രപഞ്ചത്തിൻ്റെ അവിരാമമായ വൃദ്ധിക്ഷയ പ്രക്രിയയ്ക്ക് ശ്രുതി ചേർത്ത് പ്രവഹിക്കുകയും ഹിമവദ്ഗിരിയുടെ കരളലിഞ്ഞ് വാർന്ന കണ്ണീരിനെ ദുഃഖാർത്തനായ മനുഷ്യൻ വാർക്കുന്ന കണ്ണീരിനോട് കൂട്ടിക്കലർത്തി ഒഴുക്കുകയും ചെയ്യുന്ന ഗംഗാപ്രവാഹം പോലെ നിർമ്മലമായ മനസ്സുള്ള ഒരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. മന്ദാകിനി ഭാതിന ഗോയ കണ്ഠേ മുക്താവലി കണ്ഠഗദേവ ഭൂമേ എന്ന കവിവചനത്തെ അന്വർത്ഥമാക്കുന്ന തലമുറ. അതുകൊണ്ട് വരും വർഷങ്ങളിൽ ഉയരത്തിൽ നിന്നും ഉയരത്തിലേക്കും, വിജയത്തിൽ നിന്നും വിജയത്തിലേക്കും, ഔന്നത്യത്തിൽ നിന്നും ഔന്നത്യത്തിലേക്കും പറന്നുയരുന്ന യുവജന ശക്തിയുടെ, ചേതനയുടെ, ഊർജ്ജസ്വലതയുടെ പ്രതീകങ്ങളായി തീരുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന ആർത്തത്രാണപരായണനായ ത്രിജഗന്യന്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് in some faint dawn, in some faint dawn, in some dim eve, like a gesture of light, like a dream of delight. In some faint dawn, in some dim eve, like a gesture of light, like a dream of delight. Let this Nirava 2025 attain its solemn objectives എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, സന്ധ്യാകുമാരി നിശീഥിനി ഗേഹത്തിൽ അന്തിയുറങ്ങാൻ കഴിയില്ലേ എങ്കിലും തന്നു നീ പേരും വിലാസവും കുറുറ്റി വന്ന് വിളിക്കാതെ പാതിരച്ചന്ദ്രികയെ ഈ ക്യാമ്പസിലേക്ക് ഒരു വട്ടം കൂടി തിരിച്ചെത്തുവാൻ എനിക്കൊരു മഹാഭാഗ്യം നൽകിയ ഈ ചടങ്ങിൻ്റെ സംഘാടകരോട്, വിശിഷ്യ പ്രിൻസിപ്പലിനോടും മാനേജർ അച്ഛനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അകൈതവമായ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിൻ്റെ ഭാഷയിൽ ദൈവനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.